എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വാർത്ത കേട്ടല്ലോ. ഇങ്ങനെ ഒരു വാർത്ത സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട വന്ന അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ. അതേപ്പറ്റി സംസാരിക്കേണ്ടി വന്നല്ലോ എന്നുള്ളത്. അങ്ങനെ സംഭവിച്ചത് കേരളത്തിലായതുകൊണ്ട്. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമുക്കൊരു ഞെട്ടലും ഇല്ല. പിന്നെ നമ്മൾ ഉടനെ തന്നെ പറയാം അതവിടെയല്ലേ, അവർക്ക് വിവരവും വിദ്യാഭ്യാസമൊന്നും ഇല്ല, അതിൻ്റെ ഒരു കുഴപ്പമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ ഇത് നടന്നത് ഇവിടെ തന്നെയാണ്, കേരളത്തിൽ തന്നെയാണ്. ആലപ്പുഴ ആണ് പ്രസവിച്ചത്. 16 വയസ്സുള്ള പെൺകൊച്ചും 14 വയസ്സുള്ള ആൺകൊച്ചും, 13-14 വയസ്സുള്ള ആൺകൊച്ചും ആണ്. ആംഗ്ലയും പെങ്ങളും ബ്രദറും സിസ്റ്ററും ആണ്. ഇവിടെ ഇത് ഇപ്പം ഒരു പെങ്കൊച്ച് പ്രസവിച്ച് ഇപ്പം ഇത് കണ്ടോ, കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തിയിരുന്നു അവരുടെ വീട്ടിലോട്ട്. അപ്പോഴും ആ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് എന്താണ്, അത് ആ കുട്ടിയുടെ അച്ഛൻ പീഡിപ്പിച്ചായിരിക്കുന്നത്. കാരണം പൊതുവെ നമ്മൾ അങ്ങനത്തെ കഥകളാണ് കേൾക്കുന്നത്. പക്ഷേ ഇവിടെ ഈ 2 കുട്ടികളെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പോക്കാണ്. ഈ കാലത്തിൻ്റെ പോക്കിനെ പറ്റി പറയുമ്പം ശരിക്കും ഇവിടെ പറയേണ്ടത് അമ്മമാർക്ക് വന്ന ചേഞ്ചുകളെ പറ്റി പറയേണ്ടി വരും. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പറയുമ്പം അതൊരു പഴഞ്ചൻ ചിന്താഗതിയിലേക്കായി മാറും. പണ്ട് നമുക്ക് പെൺകുട്ടികൾക്ക് ഒത്തിരി നിയന്ത്രണങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. നമുക്ക് ബാല്യം ഭയങ്കര അടിച്ചു പൊളിച്ച് നമുക്ക് തരും, നല്ല സ്നേഹവും. പക്ഷേ നമ്മൾ കൗമാരത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോഴേ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി നിയന്ത്രണങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അമ്മമാരുണ്ട്. അത് അന്ന് നമുക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. പിന്നെ അപ്പം തന്നെ നമുക്ക് കുറേ നിയന്ത്രണങ്ങൾ, വീടിൻ്റെ മുൻവശത്തോട്ട് വരാൻ പോലും സമ്മതിക്കാത്ത ഒരു നിയന്ത്രണങ്ങൾ, അച്ഛനും ആങ്ങളമാരോടൊക്കെ ഇടപെടുന്നതിലും എല്ലാം അന്നോട്ട് നമ്മളെ ഒരു രീതിയാണ്. വയസ്സറിയിക്കാമെന്ന് പറഞ്ഞ് പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, പിന്നെ നമുക്ക് മൊത്തത്തിൽ നിയന്ത്രണം. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു നല്ല കാലം അതിനൊരു നല്ല വശം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇപ്പോഴെങ്ങനെയാണ് ഇപ്പോഴത്തെ പാവം കുട്ടികൾ, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബാല്യമില്ല, അത് ശാരീരികമായിട്ടും ഇല്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പണ്ടൊക്കെ പീരിയഡ്സ് പെൺകുട്ടികൾക്ക് 14-15 വയസ്സിലാണ് ആകുന്നത്. അതുവരെ അവർക്ക് ബാല്യമാണ്, അടിച്ചു പൊളിച്ച് നടക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക്, പാവം പിള്ളേർ 8, 9, 10 അല്ലേ, 8, 9 ആകുക ചെയ്യുന്നത്. അപ്പം തന്നെ അതുങ്ങൾക്ക് ശാരീരികമായ മാറ്റം വരും. ആ മാറ്റം വന്നാൽ അതുങ്ങൾക്ക് തന്നെ ആ ശരീരം കൊണ്ടു നടക്കാനുള്ള അതുങ്ങൾക്ക് അതിനുള്ളൊരു പ്രാപ്തി ഇല്ലാത്ത പോലെ സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിനെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക, എടുക്കുകയൊക്കെ വേണം. അപ്പം തന്നെ അതുങ്ങൾക്ക് നേരെ ശൈശവത്തിൽ നിന്ന് അതുങ്ങൾ നേരെ കൗമാരത്തിലേക്ക് ചാടുന്ന പോലെ, അല്ലാതെ ഒരു ബാല്യം അനുഭവിക്കാനുള്ള അവസ്ഥ പോലും ഇല്ല അതുങ്ങൾക്ക്. അതാണ് അതുങ്ങളുടെ ഒരു ദുരവസ്ഥ. അതങ്ങനെ. പിന്നെ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ഹാളിലൊക്കെയാണെങ്കിൽ അമ്മമാർ നമ്മൾ വന്ന് ചുമ്മാ സോഫയിലോ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ പോലും ചുമ്മാ കിടക്കാൻ പോലും സമ്മതിക്കില്ല. അച്ഛനും ആങ്ങളമാരും ഒക്കെ അവിടെ ഉണ്ട്. പെൺകുട്ടികൾ അങ്ങനെ നീണ്ടു നിവർന്ന് ചുമ്മാതെ അരപ്പാവാടയൊക്കെ അല്ലേ അന്ന് നമ്മൾ ഉടുക്കുക, അങ്ങനെ പോലും സമ്മതിക്കാത്ത അമ്മമാരുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ചുമ്മാ ഇങ്ങനെ ആങ്ങളമാർ സ്നേഹം കൊണ്ട് എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യും. 1-2 എടുത്ത് പൊക്കി കഴിയുമ്പോഴത്തേനും അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നുള്ള രീതി പറയും. അതൊക്കെ വേറൊരു രീതിയാണ്. കാരണം ശരീരം തമ്മിൽ അധികം കണക്ഷൻ ആവണ്ട എന്നുള്ള രീതിക്കായിരിക്കാം അന്ന് അങ്ങനത്തെ കുറേ നിയന്ത്രണം. നമ്മൾ അന്നത്തെ കാലത്ത് അത് നോക്കുമ്പോൾ നമുക്കത് മൊത്തം ഒരുമാതിരി ദേഷ്യം വരുന്ന കാര്യമാണ്. പക്ഷേ അതിനൊക്കെ ഒരു നല്ല വശം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പം ഈ പെൺകുട്ടികൾ, കുഞ്ഞു പിള്ളേരാണേലും അത്യാവശ്യം ബാല്യത്തിൽ തന്നെ ഇതുങ്ങൾക്ക് നല്ലപോലെ വണ്ണവും നല്ല തുടുപ്പും ഒക്കെ ഉള്ള നല്ല കുഞ്ഞു മക്കളാണ്. അതുങ്ങളെയാണ് ഈ അമ്മമാർ ശ്രദ്ധിക്കാതെ ഇറുകിയ വേഷം എല്ലാം കൂടെ ഇരിക്കും. സ്വന്തം മക്കൾക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നുകയില്ല. പക്ഷേങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഇറുകിയ വേഷവും ഇച്ചിരി ഇറക്കം കുറഞ്ഞതും അതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന വേഷങ്ങളൊക്കെ അങ്ങനെ ഇട്ട് അച്ഛൻ്റെയും ആങ്ങളമാരുടെ ആണെങ്കിലും മുന്നിൽ നടക്കാൻ പാടില്ല. പണ്ടൊന്നും അങ്ങനെ നടത്തിക്കില്ല. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. അണുകുടുംബങ്ങളാണ്. 2 മക്കളെ കാണുള്ളൂ, ഒന്ന് ആൺകൊച്ചും ഒന്ന് പെൺകൊച്ചും. അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതുങ്ങളെ ഉള്ളം കൈ വെച്ച് പൊന്നു പോലെയാണ് വളർത്തുന്നത്. പക്ഷേ അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മുഴുവൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇതുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ കുറേ കാര്യങ്ങളും അതുങ്ങളെ ശ്രദ്ധിക്കേണ്ടതായ കാര്യവും ഈ അച്ഛന്മാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മമാരെയാണ് പറയേണ്ടത്. കാരണം അമ്മമാരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഈ കൊച്ചു പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാണ് എനിക്ക് കേട്ടിട്ട് ഒരുമാതിരി എന്തൊരു അവസ്ഥ. ആ കൊച്ചു പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? തമാശയ്ക്ക് തുടങ്ങിയതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് ആ വാചകം എന്താണ്? ആങ്ങളെയായിട്ട് ഈ ഒരു ബന്ധം, ശരീരബന്ധം ആ കൊച്ച് തമാശയ്ക്ക് തുടങ്ങിയതാണ്. അവർക്ക് അതിൻ്റെ ഗൗരവം പോലും അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് എന്താന്ന് പോലും മനസ്സിലാകുന്നില്ല. ഇന്നത്തെ മൊബൈൽ ഫോണ്, ഏറ്റവും വില കൂടിയ മൊബൈൽ ഫോൺ പിള്ളേരുടെ കയ്യിലോട്ട് മേടിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വിരത്തുമ്പിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതൊക്കെ കണ്ടു കയറിയിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഹോർമോൺ ഇവർക്കും ഇല്ലേ? നമ്മുടെ ഷാജി പറഞ്ഞ പോലെ ഹോർമോൺ ഇല്ലേ? ഈ ഹോർമോൺ, ഈ വക സീനുകളൊക്കെ കാണുമ്പോൾ 2 പേരോടെ ആയിരുന്നു കാണുന്നെങ്കിൽ ഈ വക സീനൊക്കെ കാണുമ്പോൾ അവർക്ക് വല്ലതൊക്കെ തോന്നും. എന്താന്ന് പോലും അറിയാതെ അവരതും ഇതൊക്കെ ചെയ്യും. അതൊന്നും ആ ഒരു അവസ്ഥ. അതുപോലെ ഇവരെ 2 പേരെയും കൂടെ ഇപ്പം
ആങ്ങളെയും പെങ്ങളും ആണേലും ഒന്നിച്ച് കുറേ സമയം മുറി അടച്ചിരിക്കാനൊക്കെ ഒരു കാരണവശാലും സമ്മതിക്കരുത്. 10 വയസ്സിലെ നമ്മുടെ പിള്ളേരെ നമ്മുടെ കൂടെയൊന്നും മാറ്റി കിടത്തണം അച്ഛനമ്മമാർ. എന്താ വെച്ചാൽ അവരാവശ്യമില്ലാത്ത സീനുകളൊന്നും കാണരുതെന്നുള്ളതാണ് അതിലൂടെ പഴമക്കാർ ഉദ്ദേശിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതുപോലും പാലിക്കുന്നില്ല. അതേപോലെ ഓരോ മുറി കൊടുത്ത് ആ മുറി പൂട്ടിയിടാൻ ഒരിക്കലും അനുവദിക്കരുത്. ഇപ്പം കാണുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട പ്രവണത എന്താണെന്ന് പറയുക, ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞു. നമ്മൾ ബന്ധുക്കാരുടെ വീട്ടിൽ പോയാൽ പിള്ളേർ ഓരോരുത്തരും മുറി അടച്ചകത്താണ്. നമ്മൾ ചെല്ലുന്ന അവരറിയുന്നില്ല. ഈ പറയുന്ന അച്ഛനും അമ്മയും അവരുടെ വാതിൽക്ക് പോയി ഈ ഇങ്ങനെ മുട്ടി വിളിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ അതുങ്ങൾ തുറന്നു വരുള്ളൂ. തുറന്ന് വന്നിട്ട് പറയണം വീട്ടിലെ വിരുന്നുകാർ വന്നിട്ടുണ്ട്. അപ്പം അവർ ആ മുറിക്കുള്ളിൽ എന്തും ചെയ്യാം. മയക്കുമരുന്ന് അടിക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ അമ്മയെ കൊന്നത്. ആ പയ്യനെയൊക്കെ അവരെങ്ങനെ വളർത്തിയതാണെന്ന് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴി വാർത്ത വഴി അറിയുന്നില്ലേ. അവസാനം എന്താ ഉണ്ടായത്? അമ്മയെ വെട്ടിക്കൊന്നു. പക്ഷേ ഇനി അവൻ ജയിലിൽ പോയി മയക്കുമരുന്നിൻ്റെ കെട്ടെല്ലാം വിട്ട് അവന് ബോധം വരുമ്പോഴോ. അപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. മുറി അടച്ചിരിക്കാനും കൂട്ടുകൂടുന്നത് ശ്രദ്ധിക്കണം. ആരോടാണ് കൂടുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്. മൊബൈൽ ഫോൺ അതായത് ആകെ ഒരു കാര്യമെങ്കിലും നമ്മളായിട്ട് നമുക്ക് വേണ്ട ഒരു വ്യക്തിത്വം മാതാപിതാക്കൾ, അതായത് നമ്മളുടെ ചെലവിൽ അവർ കഴിയുന്നത്രയും കാലം അവരുടെ മേലൊരു നിയന്ത്രണത്തിനുള്ള അവകാശം നമുക്കുണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നതാണ് അവരെ, അതിൻ്റെ ചിലവ് നമ്മളാണ് എടുക്കുന്നത്, അവരുടെ വസ്ത്രത്തിൻ്റെ ചിലവ് എല്ലാം നമ്മളാണ് എടുക്കുന്നെങ്കിൽ അതുവരെ എങ്കിലും അവരെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടാകണം. അല്ലാതെ അവരുടെ ഇഷ്ടം മാത്രം നോക്കുക, വലിയ സ്കൂളിൽ കൊണ്ട് ചേർക്കുക, വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, വലിയ മൊബൈൽ ഫോൺ ഐഫോൺ ഉൾപ്പെടെ അങ്ങ് മേടിച്ചു കൊടുക്കുക. അയ്യോ എൻ്റെ ബാല്യത്തിൽ ഞാൻ ഇതൊന്നും അനുഭവിച്ചില്ല, അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുറേ അച്ഛനമ്മമാർ നടക്കുന്നത്. മര്യാദയ്ക്ക് ആ ചിന്താഗതി മാറ്റിക്കണം. അവരെയും ശരിക്കും എല്ലാം അറിയിച്ച് തന്നെ വളർത്തണം. ഇപ്പോൾ എന്തേലും ഒരു സൈറ്റിൽ ഒരു ഡ്രസ്സ് കണ്ടാൽ പറഞ്ഞ ആ സെക്കൻഡ് അത് വാങ്ങിക്കൊടുക്കും. എന്താ പറയുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും കിട്ടിയില്ല എന്ന്. ആ ചെറുപ്പത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിങ്ങനെ ജീവിക്കുന്നത്. ഇത് ഈ പറയുന്ന പോലെ സർവ്വകാര്യവും എന്തു പറഞ്ഞാലും ചന്ദ്രനെ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാലും അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ അത് ചിന്താഗതി പുറകെ കിടക്കുന്ന ഇതാണ്. അയ്യോ ഞാൻ ഇങ്ങനെ സൂചിച്ചല്ല ജീവിച്ചേ എന്ന് ശ്രീനിവാസൻ സിനിമ പറഞ്ഞു, ഞങ്ങൾ കിലോമീറ്റർ നടന്നാ പോയെന്നൊക്കെ പറയൽ. അങ്ങനെയുള്ള ചിന്താഗതിയാണ്. അത് കഴിഞ്ഞ് അവനവൻ്റെ പിള്ളേരെ ആ വിഷമമൊന്നും അല്ല. അവർ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്ന അവർ മനസ്സിലാക്കുന്നില്ല. അവർ ചിന്തിക്കുന്ന എന്താ, ഇതെല്ലാം നിങ്ങൾ മേടിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ കടമയാണെന്ന്. അല്ലാതെ നിങ്ങൾ ഈ സ്നേഹത്തിൻ്റെ പുറത്ത് ലക്ഷങ്ങൾ മുടക്കി എന്ത് ചെയ്താലും അയ്യോ എൻ്റെ അച്ഛൻ ഇത്ര മേടിച്ചു തന്നു, അയ്യോ എൻ്റെ അമ്മ ഇത്ര മേടിച്ചു തന്നു, അങ്ങനെയൊന്നും അവർ മനസ്സിലാക്കില്ല. അത് നിങ്ങളുടെ കടമയാണ്, ഇത്രേ അവർക്ക് അറിയത്തുള്ളൂ. വെറുതെ വേസ്റ്റാണ്. ആ സമയത്ത് കൂട്ടിയിരുത്തി മക്കളെ രണ്ടുപേരെ അവിടെ കൂട്ടിയിരുത്തി കുറേ നല്ല കൗൺസിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പല കാര്യം ഉപദേശിച്ച് കൊടുക്കത്തില്ലേ, അങ്ങനെ നമുക്ക് ഉപദേശിച്ച് കൊടുക്കാം. പിന്നെ പരിധിയിലധികം സ്വാതന്ത്ര്യം കൊടുക്കരുത്. പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. പഴമക്കാർ പറഞ്ഞൊരു വാചകമുണ്ട്, വടിയെ സ്നേഹിക്കരുതെന്ന്. വടിയെ അല്ല നമ്മൾ സ്നേഹിക്കണം. വടിയെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ വടിയെടുത്ത് അടിക്കില്ല പിള്ളേരെ. വടിയെ നമ്മൾ സ്നേഹിക്കുക. ആ ചൊല്ലിൻ്റെ അകത്ത് അങ്ങനെ അർത്ഥം. അടിക്കേണ്ട സമയത്ത് അടിക്കണം. ഇപ്പം അടിക്കാൻ സമ്മതിക്കില്ല. ഇപ്പം ഗുരുക്കന്മാരടിക്കുകയില്ല, കേസാവും. മാതാപിതാക്കൾ അത്രയും പോലും അടിക്കുകയില്ല. എന്നാൽ അടിക്കണമെന്ന് ഇവിടെ പറയുന്നില്ല. ഒരു പേടിപ്പീര്. ഒന്നല്ലേ വീട്ടിൽ അച്ഛനെ പേടിയുണ്ടാണ്, അല്ലെങ്കിൽ അമ്മയെ പേടിയുണ്ടാണ്. അച്ഛനെ പേടിച്ച് വളർത്തുന്നതാണ് അമ്മമാർ. അയ്യോ അച്ഛൻ സംഭവമാണ്, അച്ഛനറിഞ്ഞാൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വളർത്തുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തെ ആണെങ്കിലും മനുഷ്യനെ പേടിച്ചാണ്, മനുഷ്യൻ ദൈവത്തെ പേടിച്ചാണ് ജീവിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു ഭയം, ഒരു പേടി മനുഷ്യനില്ല. മനുഷ്യൻ ചെയ്യലാത്ത കാര്യങ്ങൾ ഈ ലോകത്തില്ല, എന്തും ചെയ്യും. അപ്പോൾ ഒരു ഭയമുണ്ട്, കർമ്മ അല്ലെ എന്തെങ്കിലും തിരിച്ചു കിട്ടും, അല്ലെ അത് ചെയ്യുന്ന പാവമാണ്. അങ്ങനത്തെ ഒരു പേടിയിലാണ് മനുഷ്യനെ ഒത്തിരി ദുഷ്ടത്തരം ചെയ്യാത്ത ഏത് മനുഷ്യനും. അതേപോലെ വീട്ടിൽ വളരുന്ന കൊച്ചിന് ഒരു ഭയം ഉണ്ടെങ്കിൽ അവൻ പല കാര്യങ്ങളും ചെയ്യില്ല. ഇന്നിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയ സമൂഹത്തിലേക്ക് ഇറങ്ങിയ അവൻ്റെ കൂട്ടുകാരെ എന്ത് വൃത്തികേടും ചെയ്യാനാണ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് അവൻ ഓരോ ദിവസവും കടന്നു പോകുന്നത്, അവനല്ലെങ്കിൽ അവൾ. അപ്പോൾ വീട്ടിൽ നമ്മളെ ഒരു ഭയവും വേണം, നമ്മളെ ഒരു സ്നേഹവും വേണം. നമ്മളോടൊരു കൂട്ടുകാരികളെ പോലെ അമ്മയോട് സംസാരിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അച്ഛനെ ഒരു ഭയവും ബഹുമാനവും അങ്ങനെയൊക്കെ വേണം വളർത്താൻ. പിന്നെ ഈ പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ അത്യാവശ്യം പെൺകുട്ടികൾക്ക് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ പറഞ്ഞ് അവർക്ക് ആ മാറ്റങ്ങൾ വരുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം, ഇങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടാവാം, അല്ലെ എന്താണ് സ്ത്രീ പുരുഷ ബന്ധം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റങ്ങളും ലോകം എന്താണെന്നുള്ളതും പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ സ്വന്തം സഹോദരൻ്റെ അടുത്തു നിന്നാണേലും ഒന്ന് മാറി നിൽക്കാനും അങ്ങനത്തെ ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസം അങ്ങനത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അല്ലാതെ അത് പറയുന്നതുകൊണ്ട് നമ്മൾ പഴയ കാലത്തിലേക്ക് പോയി. പുതിയ കാലത്ത് പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടുപേരും ഒരുപോലെ. അതുകൊണ്ട് ഇത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇങ്ങനെയല്ല
അങ്ങനത്തെ കുറേ മൂഢവിചാരം ഉണ്ട്. അതായത് സ്ത്രീ ഫ്രീഡം ആഗ്രഹിച്ച് ഇപ്പം എല്ലാം നേടിക്കൊണ്ടിരിക്കുകയാണ്, സ്ത്രീ സമത്വം പുരുഷൻ്റെ ഒപ്പം. അപ്പോൾ പിന്നെ സ്ത്രീയെയും പുരുഷനെയും മാറ്റി നിർത്തരുത്, എല്ലാവരും ഒപ്പത്തിനൊപ്പം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആ പെൺകുട്ടിയുടെ ഉള്ളിൽ നല്ല കാര്യമൊക്കെ തന്നെ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വളർത്തുമ്പം സ്ത്രീയുടെ ആ അനാട്ടമി അല്ലെ ആ ശാരീരിക അവസ്ഥയും അതിൻ്റെ ഒരു കാര്യങ്ങളും കൂടെ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ പുരുഷനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഞാൻ പണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പുരുഷന് കണ്ണിലാണ് ദൈവം കൊടുത്തിരിക്കുന്നത്, സ്ത്രീക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് നഗ്നത എവിടെയെങ്കിലും കണ്ടാൽ സ്വന്തം സഹോദരിയാണേലും സ്വന്തം അമ്മയാണേലും നഗ്നമായിട്ട് കണ്ടാൽ പുരുഷന് വികാരം ഉണ്ടാകും. അത് ആ ഒരു സെക്കൻഡിൽ ഉണ്ടാകും. ദൈവം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ എങ്കിൽ ആ സെക്കൻഡിൽ തന്നെ വികാരം വന്ന സമയത്ത് ആ വിവേകം ഉടനെ ഉടലെടുക്കും. ആ വിവേകം കൊണ്ട് അവൻ മനസ്സിലാക്കും, അയ്യോ അതെൻ്റെ അമ്മ, അയ്യോ അതെൻ്റെ പെങ്ങൾ എന്ന്. അപ്പം തന്നെ അവൻ ആ വികാരത്തെ അടിച്ചമർത്തും. അങ്ങനെയാണ് ലോകത്ത് പുരുഷന്മാരുള്ളത്. പുരുഷനെ ദൈവം സൃഷ്ടിച്ച അവൻ്റെ കുറ്റമല്ല, കണ്ണിലാണ് അവൻ്റെ സംഭവം വെച്ചിരിക്കുന്നത്. സ്ത്രീക്ക് എന്നാൽ അങ്ങനെയല്ല. അപ്പം എന്ത് മനസ്സിലാക്കണം, ഒരു അമ്മമാരാണ് കുട്ടികൾക്ക് നല്ല കോച്ചിങ് കൊടുത്ത് ഈ വിവരം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പെൺകുട്ടികളെ തന്നെ വളർത്തണം. ആൺകുട്ടികളോട് അമ്മമാർക്ക് പറയാൻ മടിയുണ്ട്, പെൺകുട്ടികളെ തന്നെ പറഞ്ഞു മാറ്റിയിട്ട് സഹോദരനോട് സ്നേഹമായിട്ട് നിൽക്കണം. പക്ഷേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അത് കീപ്പ് ചെയ്യാനുള്ള അനുവദിക്കുക. അതല്ല ബാല്യം കഴിഞ്ഞോ മനസ്സിലാക്കാതെ കൗമാരത്തിൽ ശാരീരിക വളർച്ചയൊക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കിടക്കുകയോ കെട്ടിമറിയോ അങ്ങനെയൊക്കെ ചെയ്യും, മൊബൈലെടുത്ത് ഇങ്ങനത്തെ സീനുകളൊക്കെ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരൊരു തമാശയായിട്ട് ചെയ്താന്ന് ഇപ്പോൾ ഈ കൊച്ചു പറയുന്നത്. എന്ത് മറുപടിയുണ്ട് ആ കാര്യത്തിൽ നമുക്ക് പറയാം, ഞങ്ങളൊരു തമാശയായിട്ട് ചെയ്താന്ന്. എന്ത് മറുപടിയാണ് നമ്മൾ പറയുന്നതിന്? അപ്പോൾ അത് ആരുടെ കയ്യിലെ കുറ്റമാണ്? അമ്മയുടെ കയ്യിലെ കുറ്റാന്നേ പറയുള്ളൂ. ഇപ്പം നിങ്ങൾ എൻ്റെ മേത്ത് പൊങ്കാലിടും, പക്ഷേ ഞാൻ ഈ കേസിൽ അങ്ങനെ പറയുള്ളൂ, അച്ഛൻ്റെ പോലും പറയല്ല. അച്ഛന് പെങ്കൊച്ചിനെ ഉപദേശിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അമ്മയ്ക്ക് ആ പരിധിയില്ല. അമ്മ ശ്രദ്ധിക്കുക. അതോടൊപ്പം അമ്മ പല കാര്യങ്ങൾ കൊച്ചിന് വിവരങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക. കൊച്ചിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു 10 വയസ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് കൊച്ചുങ്ങൾക്ക് ഞാൻ കേട്ടിട്ടുള്ള പെങ്ങളെ എന്ന ആങ്ങളയോടെയൊക്കെ, എടാ എൻ്റെ കഷത്തിലൊക്കെ രോമം വന്നല്ലോ, എടാ നിൻ്റെ വന്നോ എന്ന് അവിടെ ഒരു പെങ്കൊച്ച് ഒരു ആൺകൊച്ച് സഹോദരനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അത് അമ്മയുടെ കുറ്റമാണ്. ആ രോമം വരുന്നതിന് മുന്നേ ആ കൊച്ചിനോട് അത് പറഞ്ഞു കൊടുക്കണം. ആ കൊച്ചത് ആദ്യമായിട്ട് വന്നപ്പോൾ അതിശയം പോലെ അവളുടെ കഷത്തിൽ രോമം വന്നു, അതുപോലെ നിൻ്റെ കഷത്തിൽ രോമം വന്നോ എന്ന് ആങ്ങളയോട് എന്ന് ചോദിക്കുക. അത് ചോദിക്കാൻ ഇട വരരുത്, അതിന് മുന്നേ തന്നെ നമ്മളാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. പെൺകൊച്ചുങ്ങളെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തന്നെ വളർത്തണം. അതിൻ്റെ അകത്ത് ഒരു മാറ്റമില്ല. കാലം മാറി, സമത്വമാണ്, ആണും പെണ്ണും വ്യത്യാസമില്ല, ഒരുപോലെ. അതൊക്കെ ഓക്കെ. എന്നാലും ശാരീരികമായ കാര്യങ്ങളുണ്ടല്ലോ, ആണും പെണ്ണും രണ്ടാണല്ലോ, രണ്ട് ശരീരമാണല്ലോ. അപ്പോൾ അതും അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ല ഇനി ഇങ്ങനെ ഉള്ള വാർത്തകൾ വരും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന പോലെയല്ല, കൊച്ചുവായി വലിയ വർത്താനം മാത്രമേ പറയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കേട്ടില്ലേ, ഞാൻ മാളികപ്പുറത്ത് അഭിനയിച്ച ആ പെൺകൊച്ചിനോട് എന്ത് ചോദിച്ചാലും കൊച്ചുവായി വലിയ വർത്താനേ പറയുള്ളൂ. എല്ലാവർക്കും അത് ഭയങ്കര അസഹിഷ്ണുത ആ കൊച്ചു പറയുമ്പോൾ. അടുത്ത ഒരു കൊച്ചിനോട് ചോദിച്ചപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടിരുന്നു, എന്താണ് അച്ഛനെ അമ്മയാണോ ഇഷ്ടമെന്ന്. അപ്പം തന്നെ ആ കൊച്ച് തിരിച്ച് മുഖത്തടിക്കുന്ന പോലെ ചോദിച്ചു. ഇങ്ങനത്തെ പക്വതയില്ലാത്ത ഇങ്ങനത്തെ വിവരക്കേടാണോ ഒരു കൊച്ചിനോട് ചോദിക്കേണ്ടെന്ന് ആ കൊച്ച് തിരിച്ചു ചോദിച്ചു. എന്നാൽ ഈ ഒരു ചോദ്യം, അതായത് അച്ഛനെ അമ്മയാണോ മോളെ നിനക്കിഷ്ടം അല്ലെ മോനെ നിനക്കിഷ്ടം എന്നുള്ള ഈ ഒരു ചോദ്യം വർഷങ്ങളോളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞു മക്കളെ, നിഷ്കളങ്കരായ മക്കളെ കണ്ടാൽ നമ്മൾ ചോദിക്കും. അവർ നിഷ്കളങ്കരാണ്, അതുകൊണ്ട് അവർ കള്ളത്തരമില്ലാതെ ഓപ്പണായിട്ടുള്ള മറുപടി പറയും. അത് കേൾക്കുമ്പോൾ ഒരു രസം, അവരുടെ കുഞ്ഞു സൗണ്ടിൽ അവരാ നിഷ്കളങ്കത്തായിട്ട് പറയുമ്പോൾ നമുക്കൊരു രസം. അതിനുവേണ്ടി പണ്ടേ ഉള്ളൊരു ചോദ്യം, മോനെ അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം? ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇനി അവരെ അടുത്ത അടിച്ചു തരും കേട്ടോ. അതുകൊണ്ട് തലമുറ മാറിപ്പോയി. ബാല്യം എന്നുള്ളൊരു സംഗതി ഇവിടെ ഇല്ല. ഇവിടെ ശൈശവത്തിൽ നേരെ കൗമാരത്തിലോട്ട് ചാടുകയാണ് പിള്ളേർ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെന്ന് കൊഞ്ചിക്കാൻ ചെന്നാൽ അവരുടെ വായി നമുക്ക് നല്ലത് കേട്ടിരിക്കും. അത് വേറൊരു കാര്യം. അപ്പോൾ പുതിയ തലമുറ എന്താണെന്ന് മനസ്സിലാക്കി വളർത്താനുള്ള തലച്ചോറിന് തൊട്ട് നമ്മൾ കാണിക്കണം. പുതിയ തലമുറ മാറിപ്പോയി, നമ്മളെപ്പോലെയല്ല അവർ. പിന്നെ അതേപോലെ അവരുടെ സിറ്റുവേഷൻ, അവരുടെ സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കിയിരിക്കുന്നത്, അതും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വാർത്ത സത്യം പറഞ്ഞാൽ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ്. ഇത് വേറെ എവിടെയെങ്കിലും നടന്നിരുന്നെങ്കിൽ അവരങ്ങനെയാണ്, അവർക്ക് വിവരമില്ല, പഠിത്തമില്ല, വിദ്യാഭ്യാസമില്ല, അവരങ്ങനെ ചെയ്തില്ലേ അതിശയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തടി തപ്പും. പക്ഷേ ഇത് എവിടെയല്ല നടന്നത്, കേരളത്തിലാണ് നടന്നത്. അഭിമാനമല്ല അപമാനമാണ്, അപമാനം. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കണേ കുറച്ചെങ്കിലും അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.